സെക്കൻഡ് കൊടുത്തെന്ന് പറഞ്ഞ് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുമോ അങ്ങനെയുള്ള പേടികളൊക്കെ നിങ്ങൾ മാറ്റുക. തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കൂടി പോകുമോ, ഇതൊരു ആവശ്യമില്ലാത്ത ഫിയറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു മാറ്റം എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്? ഇതിനുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് കുറച്ചു പഠിച്ചു തുടങ്ങിയ തുടക്കക്കാർക്ക് വെറും ഒറ്റ ദിവസം കൊണ്ട് കാർ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകാം. അതിനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമുണ്ട്. പലരും തന്നെ അത് ഇതുവരെയും റിക്കഗ്നൈസ് ചെയ്തിട്ട് പോലും ഉണ്ടാകില്ല. അതായത് കാർ ഡ്രൈവിംഗിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഡ്രൈവിംഗ് മാറാതിരിക്കുന്നുണ്ട് പല ആൾക്കാർക്കും. അതുകൊണ്ട് തന്നെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു നല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന രീതിയിലേക്ക് ഡ്രൈവിങ്ങിന് മാറ്റം കൊണ്ടുവരാനായിട്ട് പലർക്കും കഴിയാതെ വരുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയിടുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഒരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ചേഞ്ച് വരാത്തതിന്റെ കാരണം എന്താണെന്നും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഞാൻ ആദ്യം ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ശരി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ മാറ്റേണ്ട ഒരു രീതി കാണിച്ചു തരാം. ഈ ഞാൻ പറയുന്ന രീതിയിലേക്ക് ഡ്രൈവിംഗ് ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു. ബ്രേക്ക് വെച്ച് ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് ഇടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സേഫ് മോഡിൽ ഫസ്റ്റ് ഗിയറിൽ അങ്ങ് വണ്ടി ഓടിക്കും. ഇപ്പം നമ്മുടെ വണ്ടി പോകുന്ന ഒരു കയറ്റത്തിലാണ്. അപ്പം നമുക്ക് കയറ്റത്തിൽ ഇങ്ങനെ പോവാം. സെക്കൻഡ് ഒന്നും ഇപ്പം വേണ്ട, നിരപ്പ് വരട്ടെ എന്നുള്ളൊരു ചിന്തയിൽ പല ആൾക്കാരും ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇത് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. കയറ്റമൊക്കെ കയറി പിന്നെ എന്ത് ചെയ്യും? നിരപ്പ് വരുന്നു. അപ്പം നിരപ്പൊക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? നിരപ്പത്തേക്ക് വരുന്നു. വീണ്ടും എന്ത് ചെയ്യും? ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് കുറേ നേരം ആക്സിലറേഷൻ കൊടുത്ത് കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഇടുന്നു. എന്നിട്ട് പതിയെ ക്ലച്ച് നയിച്ച് വീണ്ടും എന്ത് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? സെക്കൻഡ് മാത്രം അങ്ങ് ഓടിക്കും. പിന്നെ തേർഡ് കൊടുക്കുന്ന ഒരു കാര്യം പലരും ചെയ്യാറില്ല. തേർഡ് കൊടുക്കാറേ ഇല്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഡ്രൈവിങ്ങിൽ നിങ്ങൾ പലരും ഇത്രയും മാത്രമായിരിക്കും പഠിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തെടുത്തു, പിന്നെ നമുക്ക് ഒരു സാഹചര്യം വരുമ്പോൾ സെക്കൻഡ് കൊടുക്കുന്നു, പിന്നെ സെക്കൻഡ് മാത്രം ഓടിക്കുന്നു. ഈ രീതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡ്രൈവിങ്ങിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. ഒരു വാഹനം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഗിയറും മാറ്റി റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു മാറ്റം എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്? ഇതിനുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിവിടെ അത് ഒന്നേന്ന് നിങ്ങളെ എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെക്കൻഡ് കൊടുത്തെന്ന് പറഞ്ഞ് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുമോ അങ്ങനെയുള്ള പേടികളൊക്കെ നിങ്ങൾ മാറ്റുക. തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കൂടി പോകുമോ, ഇതൊരു ആവശ്യമില്ലാത്ത ഫിയറാണ്. ഫോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് അമിത വേഗത വരുമോ, ഇതൊക്കെ ആവശ്യമില്ലാത്ത ഫിയറാണ്. കാരണം നിങ്ങൾ ഓരോ ഗിയറിനെ കുറിച്ചും ആ ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വേഗത മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേഗത കൂടുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ ഓരോ ഗിയറിലും നിങ്ങളുടെ വണ്ടി പോകാൻ പറ്റിയ കുറഞ്ഞ വേഗത ഏതാണോ ആ വേഗതയിൽ ഓടിക്കുക. ഇത്രയും ചെയ്താൽ മതി. സ്പീഡ് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത്. അപ്പോൾ സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ഇത് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിവിടെ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ റോഡിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇറക്കം കൂടിയ ഒരു റോഡാണ്. അപ്പോൾ ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് പോയിൻ്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് വണ്ടി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം. ലാഗിൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. എന്തുകൊണ്ടാണ് ലാഗിൻ്റെ ആവശ്യമില്ലാത്തത്? ഇറക്കമാണ്. ഓൾറെഡി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഉരുളും. ആ ഉരുളുന്ന സമയം തന്നെ ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളുടെ വണ്ടി ഒരു നിരപ്പ് പ്രതലത്തിലാണ് കിടക്കുന്നതെങ്കിൽ, ഇപ്പം എൻ്റെ വണ്ടി തോന്നുന്നു ഞാൻ നിരപ്പ് പ്രതലത്തിൽ ചവിട്ടി നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നിരപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റോഡിൽ മറ്റ് കുഴികളൊന്നും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു,
ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പതിയെ അനങ്ങുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം, വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഇത്തിരി ആക്സിലറേഷനും കൂടെ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് നമ്മൾ എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തോണം. വണ്ടി ഇത്തിരി മൂവിങ് ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു, എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ സെക്കൻഡ് വരുവാണ്. സെക്കൻഡ് വരുമ്പോൾ ഇനി ഇവിടെ തേർഡ് കൊടുക്കാവോ, ഇല്ല, ഇവിടെ ഒരു ജംഗ്ഷൻ വരുവാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡാണ് സേഫ് എന്ന് മനസ്സിലായിട്ട് ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ഈ ജംഗ്ഷനോട് അടുത്ത് വരുമ്പോൾ ഇതുകൊണ്ട് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മളിവിടെ ടേൺ എടുക്കുന്നു. എന്നിട്ട് ഇനി തേർഡ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫോർത്ത് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തേർഡും ഫോർത്തും എപ്പോഴും ഇത്തിരി വാഹനത്തിന് വേഗത വന്നിട്ടിടേണ്ട ഗിയറുകളാണ്. അതായത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ വരുന്നത് ഞാൻ ഒരു 20 കിലോമീറ്ററിലാണെങ്കിൽ തേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ എന്ന് പറയുന്ന പരിപാടി ഇതേ നിർബന്ധമായിട്ട് ഇതുപോലെ കൊടുത്ത് സ്പീഡാക്കുക, ഒരു 30 ആക്കുക. എന്നിട്ട് ക്ലച്ച് ഔട്ട് തേർഡ് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. പിന്നെ ഒരു 30 കിലോമീറ്റർ കൊണ്ട് ഇതുപോലെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ തേർഡ് ഗിയർ നമ്മുടെ വാഹനം വരും. ഇപ്പം നിങ്ങൾ നോക്കി ഒരു ചെറിയ കയറ്റം വരെ തേർഡ് ഗിയറിൽ കയറി വരുന്നതുണ്ടോ. അപ്പം നമ്മൾ തേർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ സ്പീഡാക്കണം. സെക്കൻഡിൽ പോകുന്ന സ്പീഡിൽ തേർഡ് കൊടുക്കരുത്. സെക്കൻഡിൽ പോകുന്ന സ്പീഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഇത്തിരിയും കൂടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് തേർഡ് കൊടുക്കുക. ഫോർത്തും അങ്ങനെ തന്നെ. അതായത് ഇപ്പം ഞാൻ തേർഡിൽ ഇത് ആക്സിലറേഷൻ കൊടുത്ത് ഒരു 30ൻ്റെ അടുത്ത് സ്പീഡ് വരികയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ ഇത്തിരിയും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കി. റോഡ് നേരെയാണെന്നുണ്ടെങ്കിൽ ഇതേ ആക്സിലറേഷൻ അയച്ചു, ക്ലച്ച് ചവിട്ടി നേരെ ഫോർത്തിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഒരു 35-40 കിലോമീറ്റർ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഫോർത്തിൽ പോകാനായിട്ട് സാധിക്കും. ചെറിയ വളവ് ഇറക്കമാണെങ്കിലും ഇതുകൊണ്ട് ആ വേഗത നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഫോർത്തിൽ പോകാനായിട്ട് കഴിയും. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, തേർഡും ഫോർത്തും ഡ്രൈവിങ്ങിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ കൺഫ്യൂഷൻ മാറ്റണം. അതായത് ഇപ്പം ഞാൻ ഫോർത്തിൽ വരുവാണ്, ഇവിടെ ഒരു കയറ്റം കണ്ടു. അപ്പം കയറ്റത്തിന് മുന്നമേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തേർഡ് ഇട്ട് കയറ്റത്തിനോട് അടുത്ത് വരിക. വീണ്ടും കയറ്റം കയറാൻ തുടങ്ങുമ്പോൾ സെക്കൻഡ് ഇട്ടിട്ട് നമ്മൾ കയറ്റം ഇങ്ങനെ കയറി തുടങ്ങുക. വീണ്ടും ഒരു ജംഗ്ഷൻ വന്നാൽ ആ ജംഗ്ഷന് മുന്നമേ തന്നെ ഫസ്റ്റിലേക്ക് ഇടുക. ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടും. എന്നിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് കറക്റ്റായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് താളത്തി വരാനായിട്ട് കഴിയും. ഇത് നിങ്ങളിൽ പല ആൾക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യാറില്ല, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇനി വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചേഞ്ചുകൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവരാനും കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ചില ടെക്നിക്കുകൾ, നിങ്ങൾ ഡ്രൈവിങ്ങിൽ മാറ്റേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചത്. ഈ വീഡിയോയും എനിക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനായിട്ട് ചാനൽ മറക്കാതെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഒരു സപ്പോർട്ട് നൽകുക. നിങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും. ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിങ്ങിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ചാനലിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.